സാർ നമസ്കാരം. നമസ്കാരം. സാർ ഇത്രയും നാള് ഇ.ഡി നടത്തിയ റെയ്ഡും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ മെയിൻ വാർത്ത എന്ന് പറയുന്നത് തന്നെ 3.5 ലക്ഷത്തോളം ദിർഹം, അതായത് 20 കോടിയിലധികം രൂപയുടെ 85 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നു. 20 കോടിയിലധികം ദുബായിലേക്ക് കടത്തി എന്നൊക്കെ ഇ.ഡി കൃത്യമായിട്ടും കണക്ക് നിരത്തി പറയുകയാണ്. പക്ഷെ ഇപ്പോഴും അറസ്റ്റിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് മാറി നിൽക്കുന്നു. ഇവിടെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഇപ്പോ പാർട്ടിയിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റം? അല്ല, ഈ ഇ.ഡിയുടെ സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഭാവനയെ പോലും കാണാൻ കഴിയില്ല. കാരണം ഇവർ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ അവരുടെ മുമ്പിൽ വസ്തുതാപരമെന്ന് പൊതുജനങ്ങൾക്ക് പോലും ബോധ്യപ്പെടാവുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന തെളിവുകൾ സഹിതമാണ് അവർ വാർത്തകൾ എന്താ പറയാ കമ്മ്യൂണിക്കേയിലൂടെ അവർ പുറത്തുവിടുന്നത്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇതിന്റെ അകത്തെ പ്രധാനപ്പെട്ട ക്ലയൻസ് ആയിരിക്കുന്ന രണ്ടുപേർക്കെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവുന്നില്ല എന്നൊരു ചോദ്യം വരുന്നത്. അപ്പൊ ഇത് വരുന്നത് തന്നെ, ഇത് ശരിക്കും എന്താ പറഞ്ഞാൽ ഇത് സംശയാസ്പദമാണെന്ന് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ ദുരൂഹതകൾ നിൽക്കുമ്പോഴാണ് ഇവരുടെ മകളുടെ ഭർത്താവ് കൂടിയായിരിക്കുന്ന മുൻ മന്ത്രി കൂടിയായിരിക്കുന്ന മുഹമ്മദ് റിയാസ് പറയുന്നത് കച്ചവടം ബിസിനസ് നടത്തുന്നതിന് അത് നേതാവിന്റെ മകളായത് കുറ്റമാണോ, നേതാവായിരിക്കുന്ന ഒരാളുടെ ഭാര്യയാവുന്നത് കുറ്റമാണോ, കച്ചവടം നടത്താൻ പാടില്ല എന്നാണ് അയാളുടെ ചോദ്യം. സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാല് ഇയാളോട് പറയേണ്ട മറുപടി വളരെ അൺപാർലമെന്ററി ആയിരിക്കുന്ന ഭാഷയിലാണ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് ഞാൻ ഒരു വളരെ ഗാംഭീര്യമാർന്നിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരമത്തെ അസംബന്ധങ്ങൾ ചോദിക്കുമ്പോൾ ശരിക്കും നമ്മുടെ പല എവിടുന്നാണ് നമുക്ക് നമ്മുടെ സമനില തെറ്റാതെ പറയാൻ കഴിയില്ല. ഈ മനുഷ്യൻ ഈ ചെയ്ത് ചോദിച്ചിരിക്കുന്ന മുഹമ്മദ് റിയാസ് അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി ഉറുപ്പ് കയ്യില്ലാതെ ക്യാൻസർ വന്ന് മരിച്ചു പോയിരിക്കുന്ന ചടയൻ കുയിനാട്ടന്റെ മകൻ ഇപ്പോ കണ്ണൂർ ജില്ലയിലെ ഒരു റിമോട്ടായിരിക്കുന്ന ഒരു സ്ഥലത്ത് സാധാരണ നിലയിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയാവുന്ന ഉണ്ടക്കായും ബോണ്ടയും വിറ്റിട്ട് ജീവിക്കുകയാണ് ആ മനുഷ്യൻ. ഒന്നാമത്തെ ജീവിക്കുന്ന ഉദാഹരണം ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഉദാഹരണം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവും ജയൻ കില്ലർ എന്ന പേരിൽ ഇവിടെ തൃശ്ശൂരിൽ മത്സരിച്ച് കെ കരുണാകരനെ പരാജയപ്പെടുത്തിയിട്ടുള്ള സഖാവ് VV രാഘവേട്ടൻ, മുൻ കൃഷി വകുപ്പ് മന്ത്രി. ഈ രാഘവേട്ടന്റെ മകൻ എന്താ പറഞ്ഞാൽ തൃശ്ശൂർ ടൗണിലൂടെ ഇപ്പോഴും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഓട്ടോറിക്ഷ എടുക്കുന്നുണ്ട്. എന്റെ നാട്ടിലുണ്ടാക്കുന്ന CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന കാനത്തായി പൈതലേട്ടൻ അടികൊണ്ട് ചോര ഛർദ്ദിച്ചിട്ടാണ് മരിച്ചത് ആ മനുഷ്യൻ. അയാളെ അവസാന ഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ എന്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലൻ അയാൾക്ക് തീരെ അവശനായി കിടന്നിരിക്കുന്ന സമയത്ത് ഒരാടിനെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ആ മനുഷ്യൻ ജീവിച്ചത് അവസാനം. ഇത് ഇങ്ങനെയെല്ലാം ജീവിച്ച് മരിച്ചു പോയിരിക്കുന്ന ഒരുപടി ആളുകളുടെ ജീവരക്തം കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനകത്ത് ഏറ്റവും പരമപ്രധാനമായ കാര്യം ധാർമ്മികതയാണ്. നിങ്ങൾ ബാക്കിയൊന്നുമല്ല. നിങ്ങൾ പാർട്ടിക്കകത്ത് വരുന്നവരെ നിങ്ങൾ ആദ്യം പഠിക്കുന്ന ഒരു ഞാൻ പലതവണ പറയുന്നതാണ്, കളവ് പറയരുത് പാർട്ടി കമ്മിറ്റിക്കകത്ത് എന്നാണ്. പാർട്ടിയുടെ അലംഘനീയമായ നിയമമാണത്. ഈ അലംഘനീയമായ നിയമമാണ്, അല്ലെങ്കിൽ അത് ഈ ധാർമ്മികതയുടെ അസ്ഥിവാരമാണ് വിജയൻ ഈ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞത്. അങ്ങനെയാണ് ഈ പാർട്ടിക്കകത്ത് മുഴുവൻ ആളുകളെയും, ഇവരുമായി ബന്ധമുള്ള ആളുകളെ മുഴുവൻ എന്ത് ചെയ്യുന്നത്, ഇവൻ കള്ളന്മാരും ചതിയന്മാരും വഞ്ചകരുമാക്കി തീർത്തു. ഇതാണ് വാസ്തവത്തിൽ ഇയാൾക്കെതിരെ വരുന്ന ഏറ്റവും ഗുരുതരമായിരിക്കുന്ന കുറ്റം. അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളത് സെക്കൻഡറി ആണെന്ന് ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷെ നിങ്ങൾ പൊതുസമൂഹത്തിനകത്ത് കൊടുത്തിരിക്കുന്ന സന്ദേശം എന്താണ് ശരിക്ക്? നിങ്ങൾ നോക്കൂ, ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഏത് പാർട്ടിയുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടാണ് ഇയാളുടെ മകളുടെ എക്സാലോജിക്കിന് വേണ്ടിയുള്ള AKG സെന്ററിന്റെ അഡ്രസ് ഇയാൾ കൊടുത്തത്. ഞാൻ പലതവണയായിട്ട് ഞാൻ ചോദിച്ച ചോദ്യമാണ് കേരളത്തിലേത്. ഒരൊറ്റയാളിന് മറുപടി പറഞ്ഞില്ല. രണ്ടാമത് വരുന്നു, ഇദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴാണ്, രണ്ടാം തവണ വന്നപ്പോഴാണ് ഇദ്ദേഹം ചെയ്യുന്ന പണി എന്താന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക വകുപ്പിന്റെ ഈ വകുപ്പ് കൂടി ഇയാളുടെ കൂടെ ചേർത്തുകൊണ്ടാണ് കരിമണൽ ഖനനത്തിലുള്ള കർത്തയുമായിട്ടുള്ള കരാർ വെക്കുന്നതും ഇതിന് ശേഷമാണ് ഏറ്റവും വലിയ തീവട്ടി കൊള്ള നടക്കുന്നതും. അതിനകത്ത് വിട്ടിരിക്കുന്ന പണമാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഈ വീണയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൈസയുടെ പ്രശ്നം വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, മുഖ്യമന്ത്രി മാറ്റി നിർത്തും, ഭരണഘടനാപരമായി മാറ്റി നിർത്തും. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ബഹുമതിയും ബഹുമാനത്തോടെയും കാണേണ്ടത് പാർട്ടിയുടെ പൊളിറ്റിക് ബ്യൂറോ മെമ്പർ എന്നുള്ളതാണ്. ഈ പാർട്ടിയുടെ പൊളിറ്റിക് ബ്യൂറോ മെമ്പർ ആയിരിക്കുന്ന ഒരാൾ അയാളുടെ മകളെന്ത് ചെയ്യാണ് ഇത്രയും വലിയ അഴിമതി കേസിനകത്ത് പ്രതിയാവുന്നു, അല്ലെങ്കിൽ കുറ്റാരോപിതയാവുന്നു. ഭാര്യ മറുഭാഗത്ത് വരുന്നു, മകൻ മറുഭാഗത്ത് വരുന്നു. ഈ അച്ഛനും അമ്മയും ചേർന്നിട്ട് ഈ മക്കളെ ഈ മാതിരി ക്രൈം ചെയ്യാൻ കളവ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഏത് അച്ഛനും അമ്മയും ഉണ്ടോ ഈ കേരളത്തിനകത്ത്? ആരാണുള്ളത് കേരളത്തിനകത്ത്? എവിടെയെങ്കിലും ഉണ്ടാ? അതും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, പോരാത്തതിന് മുഖ്യമന്ത്രി. നിങ്ങൾ പിന്നീട് വരുന്നത് ആര് വരുന്നു? ഇയാളുടെ മകളുടെ ഭർത്താവായിരിക്കുന്ന ഒരാൾ വരും. ഈ ഒരു രീതിയിലേക്ക് ഈ സംഭവത്തെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ശരിക്ക്? പൊതുസമൂഹത്തിനകത്ത് നിങ്ങൾ എവിടെയാണ് ധാർമ്മികതയെ കുറിച്ച് സംസാരിക്കുക? എവിടെയാണ് നീതിയെ കുറിച്ച് സംസാരിക്കുക? മുഴുവൻ സ്ഥലങ്ങളിലും അനീതി മാത്രമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്.
ഈ അനീതി ഇങ്ങനെ ചെയ്ത് വന്നതിന് ശേഷം എന്തായി തീർന്നു? ചെയ്തു വന്നതിന്റെ ദുരന്തവും കൂടിയാണ് ഈ പാർട്ടി കേരളത്തിൽ ഒന്നുമല്ലാതായി തീർന്നില്ലേ? എന്നിട്ട് അവസാനം എന്ത് പറയാണ്? ഈ പാർട്ടിയെ കണ്ണൂർ ജില്ലയിൽ വന്നിരിക്കുന്ന വിഷയത്തിൽ നിന്ന് മാറുകയല്ല. കണ്ണൂർ ജില്ലയിൽ വന്നിരിക്കുന്ന വിഷയത്തിന്റെ പയ്യന്നൂരിലെ വിഷയം അത് പൂർണ്ണമായും പരിഹരിക്കാൻ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ ഇദ്ദേഹത്തെ തന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, അതിന്റെ ഒരു ബോർ ആലോചിക്കുക നിങ്ങൾ. കോഴിക്കോട് ജില്ലക്കകത്തെ പാർട്ടിയെ അക്കമില്ലാതെ പത്തായം കഴിച്ച ഒരാക്കി മാറ്റിയത് ഈ ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ ഇയാൾ നടത്തുന്ന ഗൂഢാലോചനയുടെ പി. ജയരാജന്റെ കൊലയുടെ ഭാഗമല്ലേ അത്? ഈ കോഴിക്കോട് ജില്ലയിൽ പാർട്ടി ഇല്ലാതായത് വെറുതെയാണോ? മുഴുവൻ തോറ്റ് അമ്പിയതോടെ ഇത് അറിഞ്ഞുകൂടാത്തതാണോ ഈ പാർട്ടി? ഇത് മനസ്സിലാക്കാൻ കഴിയാത്തതാണെങ്കിൽ എന്തിനാണ് ഈ പാർട്ടി? പിന്നെ ഈ പാർട്ടിക്ക് എന്തിനാണ് സെക്രട്ടേറിയറ്റ്? ഈ പാർട്ടിക്ക് എന്തിനാണ് കമ്മിറ്റി? പിന്നെ കണ്ണൂർ ജില്ല മുഴുവൻ നശിപ്പിച്ചതാരാ? നശിപ്പിച്ചത് ഈ മനുഷ്യനല്ലേ? ഇയാളും ഇയാളുടെ പരിവാരങ്ങളും ചേർന്നിട്ടല്ലേ കണ്ണൂർ ജില്ലയിൽ ഈ പാർട്ടിയെ സമ്പൂർണ്ണമായി നശിപ്പിച്ചു വെച്ചു. വി.എസ്. അച്യുതാനന്ദനെ ശരിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഓൾ കേരള അടിസ്ഥാന വി.എസിനെ നശിപ്പിക്കാനുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കി. സർവമാന അലവലാദികളെയും കൂടെ ചേർന്നിട്ടാണ് വി.എസിനെ കുത്തിമലർത്താൻ ശ്രമിച്ചതിന്റെ ഫലമാണ് ഓൾ കേരള അടിസ്ഥാന പാർട്ടിയും ഇല്ലാതായത്. എന്തിനാണ് പിന്നെ ഈ കീടത്തിനെ ഈ പാർട്ടി ഈ സംഘടന പേറുന്നത്? ശരിക്കും ചോദ്യം ഇതാണ്. ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം അതാണ്, ക്വസ്റ്റ്യൻ അതാണ്. ഈ ക്വസ്റ്റ്യനാണ് അതിന് മറുപടി പറയേണ്ടത്. സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എല്ലാ ബ്രാഞ്ചുകളിലും റിപ്പോർട്ട് കൊടുക്കില്ലേ? ബ്രാഞ്ചിൽ റിപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളും ഞാൻ ഒരു വ്യക്തിപരമായ ബന്ധമുള്ളവരാണ്. അത് ചിലവർ പറയുന്ന സാറിനോട് ചിലവോട് എല്ലാ കാര്യവും പറഞ്ഞിരിക്കുന്ന കാര്യം അതേപടി റിപ്പോർട്ട് ചെയ്തിട്ട് ബ്രാഞ്ചിൽ പറയുന്നില്ല. പക്ഷെ പറയുന്നതിനകത്ത് ഇയാൾക്കെതിരെ വളരെ ഷാർപ്പായി പാർട്ടി സെൻട്രൽ കമ്മിറ്റി ചില സ്ഥലങ്ങളിൽ മാത്രമേ ഷാർപ്പായി പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞ സാധനം അതുപോലെ ഇതിനകത്ത് പറയുന്നേരം പാർട്ടി ബ്രാഞ്ചിനകത്തിരിക്കുന്ന ആളുകളുടെ മുഖത്തുണ്ടായിരിക്കുന്ന സന്തോഷം കാണുന്നതാണെന്ന് ഒരു ഉത്തരവാദപ്പെട്ട അവർ റിപ്പോർട്ട് ചെയ്യാൻ വെക്കുന്ന പാർട്ടി സഖാവ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട വിഷയം എവിടെയാണത്? ഇതിനർത്ഥം എന്താണ്? ഈ പാർട്ടിയെ സമ്പൂർണ്ണമായി നശിപ്പിച്ചത് ഇയാളാണ് എന്നുള്ള, സമ്പൂർണ്ണമായി നശിപ്പിച്ചത് ഇയാൾ എന്താക്കി മാറ്റിയാന്ന്, ഇയാളില്ലെങ്കിൽ പാർട്ടിയില്ലാന്നാക്കി മാറ്റി. ഇതാണ് ഈ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുവന്നെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിഷ സർക്കിളിനകത്ത് പാർട്ടിയെ പെടുത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒന്ന് മാത്രമാണ്, ഒരേ ഒരു കാര്യം. എന്താണ്? ഞാൻ വിചാരിക്കുന്നിടത്ത് പാർട്ടിയെ കൊണ്ടുപോകുക എന്നതാണ്. എന്റെ ധാരണ ഒരിക്കലും എന്തല്ല, ഒരു പാർട്ടിയെ ഐഡിയോളജിക്കലായി വ്യക്തതയോടെ കൊണ്ടുപോകാനുള്ള ഒരു പാർട്ടി സംഘടനാ സംവിധാനമല്ല എന്റെ മുമ്പിലുള്ളത്. അല്ലെങ്കിൽ ഞാൻ ചെയ്തു വന്നിരിക്കുന്ന പ്രവൃത്തി അതാണ്. അതിനെ തികച്ചും ഘടകവിരുദ്ധമായ രീതിയിൽ സഞ്ചരിപ്പിച്ച് അതിന്റെ നാശത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരാൾ, അയാൾ ഇല്ലെങ്കിൽ പാർട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയുള്ളൂ? എന്ത് യുക്തിയാണ്? എന്തെങ്കിലും യുക്തിയുണ്ടോ? ഒരിക്കലും ഇല്ല സാർ. അത് മാത്രമല്ല, ഇത്രയും കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്ത് വന്നിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ട് തുടരുകയാണ്. അയാൾ ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കിട്ടാണ് അയാൾ. ഈ വിതിൻ നോ ടൈം അയാൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടതാണ്. വിതിൻ നോ ടൈം അയാൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടതാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ തിരുവനന്തപുരത്ത് ഈ പറയുന്ന മുഴുവൻ സംഘർഷവും ഉണ്ടാക്കി വെച്ചു. അതിനകത്തുള്ള കുറെ ആളുകൾ ഇഡിയുടെ ക്വസ്റ്റിനകത്ത് വെച്ചു, ജയിലിലായി മാസങ്ങളോളം അതിനകത്ത് കിടക്കേണ്ടി വന്നു. ഈ കിടക്കേണ്ടി വന്നപ്പോൾ ഉളുപ്പില്ലാതെ ഇയാള് പുറത്തിറങ്ങി വന്നിട്ട് ആളുകൾ ഈ പറയുന്ന പാർട്ടീസുകാർക്കൂടെ അഭിസംബോധന ചെയ്യണമെന്നാ പറഞ്ഞത്. ഇത് ഇനിയും തുടരണമെന്നാണ് പറഞ്ഞല്ലേ? നമുക്കിനിയും പോരാട്ടം. ആർക്ക് വേണ്ടിയിടോ? ആർക്ക് വേണ്ടി പോരാട്ടം? ഇതുപോലെ പണം കെട്ടിരിക്കുന്ന തന്റെ മകൾക്ക് വേണ്ടി ഈ കേരളത്തിലെമ്പാടുമുള്ള പാർട്ടിയുടെ ചുരുറുക്കളെ യൗവനത്തെ കൊണ്ടുപോയി ഇയാളുടെ മുമ്പിൽ ബലി കൊടുക്കാനാണോ? വിഷയം എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് വാസ്തവത്തിൽ ഈ പാർട്ടിയിൽ ഇയാൾ നിന്നത്? ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത്, സ്ഥിരമായി ഞാൻ പറയുന്നതാണ്, ഇയാൾ കമ്മ്യൂണിസ്റ്റുമല്ല, ഇയാൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ ഇപ്പൊ ആരുടെ സംരക്ഷണയിലാണ്? സംഘപരിവാറിന്റെ ഓമന പുത്രനായി ഈ പാർട്ടിക്ക് CPIM-നകത്ത് നിൽക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഈ വിജയൻ. അല്ലെങ്കിൽ എന്തുകൊണ്ട് വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് വിജയന്റെ മകളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇവിടെ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ചോദ്യം അത് തന്നെയാണ്. എന്തുകൊണ്ട് ഇത്രയും കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് ഇടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതിലും കൂടുതൽ എന്താണ് അവർക്ക് വേണ്ടത്? ഒരു തെളിവിന്റെ ആവശ്യം, അത് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 85 ലക്ഷത്തോളം രൂപയ്ക്ക് അപ്പുറത്ത് കടത്തിയെന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഇക്കണോമിക് ഡ്രൗട്ട് എത്രയാണ്? ഇത് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ കണക്കാണ്, വളരെ ചെറിയൊരു കണക്കാണ്. എത്ര കോടികൾ ഇവർ കടത്തിയിട്ടുണ്ടാവും? ഈ കടത്തിയിരിക്കുന്ന കോടികൾ മുഴുവൻ തന്നെ കേരളത്തിനകത്ത് നിൽക്കുന്ന വരുമാനമാണ് എടുത്തിട്ട് നിങ്ങൾ അപ്പുറത്ത് കടത്തുന്നത്. ആ കടത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ അസ്ഥിവാരത്തെ കുളന്തോടുന്ന പണിയാണ് ഈ വിജയന്റെ ഭാര്യയും ചേർന്നിട്ട്, ഈ അടുക്കള കിച്ചൺ കമ്പനി മക്കളും ചേർന്നിട്ട് ഈ ക്ലിഫ് ഹൗസ് എടുത്ത് ഇവരെടുത്തിരിക്കുന്ന പണി. ഇതാണ് ഈ സാധനം. ഇത് അലറി വിളിച്ച് പറഞ്ഞല്ലേ? എത്രയോ തവണയായിട്ട് സുപ്രീം സുരേഷ് അലറി വിളിച്ച് പറഞ്ഞല്ലേ? അവർ കൊടുത്തിരിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഹൈക്കോടതി കടക്കുന്നില്ലേ? ഇത്രയും വലിയ ആധികാരികമായിരിക്കുന്ന ഒരു സാധനം അവർ തന്നെ വ്യക്തമായിട്ട് ഏറ്റു പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് അവരെ കേസിൽ പ്രതിയാക്കുന്നതിൽ സ്വാഭാവികമായിട്ട് ആ കേസിനകത്ത് ആര് പ്രതിയാവണം? ഇയാൾ പ്രതിയാവണ്ടേ? ഇയാൾ ഭാര്യ പ്രതിയാവണ്ടേ?
സോളാർ ഇയാളെ വിഭാഗ മക്കൾ പ്രതിയാവട്ടെ. നായികയുടെ വാക്കുകൾ വിശ്വസിക്കാൻ തിടുക്കം കുട്ടികൾക്കൊന്നും സ്വപ്നയെ വിശ്വസിക്കാനുള്ള സമയമില്ല. അത് വേറെ കാര്യം. അല്ല അതിന് അവിടെയാണ് വിഷയം. അവിടെ എന്ത് ചെയ്തു? സുപ്രാ സുരേഷ് എന്ന് പറഞ്ഞ ആളെ ഇവർ എന്ത് ചെയ്തു? ഇവർ വളരെ മോശമായിരിക്കും സാധനമാക്കി അവർ ഫ്രെയിം ചെയ്തു. അന്നേരം നമ്മൾ തിരിച്ചു വെക്കുന്ന ചോദ്യമുണ്ട്. ഈ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാക്കളും ഇയാൾക്ക് എന്ത് മാന്യതയാണോ കേരള പൊതുസമൂഹത്തിനകത്തുള്ളത്? എന്ത് മാന്യതയുണ്ട് ഈ മനുഷ്യന് തീർന്ന് പറയാൻ? എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പാർലമെന്റ് നിയമസഭയ്ക്ക് ഉളുപ്പില്ലാതെ പറഞ്ഞിരിക്കുന്നയാൾക്ക് ഇനി എങ്ങനെയാണ് ഈ മനുഷ്യന് കേരളത്തിലെ തെരുവിലെ ജനങ്ങളെ നോക്കിയിട്ട് എന്റെ കൈകൾ ശുദ്ധമാണ് എങ്ങനെയാണ് സംസാരിക്കാൻ? നാവ് എങ്ങനെയാണ്? ഇവിടെയാണ് ഒരു വിഷയം വരുന്നത്. ഇയാള് എങ്ങനെയാണോ പാർട്ടി സെക്രട്ടേറിയറ്റിനകത്ത്, പാർട്ടി പോളിറ്റ് ബ്യൂറോനകത്ത്, പാർട്ടി സെൻട്രൽ കമ്മിറ്റിക്കകത്ത് തന്റെ അധികാരാധിപത്യം ഉപയോഗിച്ച് സാമ്പത്തികമായി ആളുകൾക്ക് അനാവശ്യമായിരിക്കുന്ന ഔദാര്യം ചെയ്തു കൊടുത്ത് ഈ ഔദാര്യത്തിന്റെ ഭാഗമായി അവരുടെ എല്ലാം തന്നെ ദൗർബല്യങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കി ആ സാധനം ഫീഡ് ചെയ്ത് കൊടുത്ത് അതിന്റെയൊക്കെ വീഡിയോയോ അതിന്റെ മറ്റ് ക്ലിപ്പിംഗ്സോ കയ്യിൽ വെച്ചിട്ടാണ് ഇവർ ഓരോരുത്തരും ഓരോ കമ്മിറ്റിയിലും ഈ മനുഷ്യൻ പിടിച്ചു വെച്ചത്. ഈ പിടിച്ചു വെച്ചിട്ട് ഇയാൾ പറയുന്ന കാര്യങ്ങൾ നുണ എന്ത് ചെയ്യാന്ന് കമ്മിറ്റിയുടെ ആധികാരികമായ അഭിപ്രായമായി പുനഃസംഘാടനം ചെയ്തു ഇയാൾ. ഇതിങ്ങനെ പുനഃസംഘാടനം ചെയ്തതിന്റെ ഫലം എന്തായിരുന്നു? കമ്മിറ്റിയിൽ ഇയാൾ പറയുന്നത് വിശ്വസിക്കാതെ ആരും ചോദ്യം ചെയ്യില്ല, വേറെ സംഭവമില്ല. പക്ഷേ പുറത്തു നിൽക്കുന്ന ജനവും ഇതുപോലെയാണ് എന്ന് ധരിക്കുന്ന ഒരു മാനിയാക്കായി ഇയാൾ മാറിപ്പോയത് കൊണ്ടല്ലേ ഇയാൾക്ക് ഇത്ര ഒരു വികാരവും ഇല്ലാതല്ലേ ഇയാൾ പിന്നെ പറയുന്നത് എന്റെ കൈകൾ ശുദ്ധമാണ്, എന്റെ കൈകൾ ശുദ്ധമാണ്. എന്ത് ശുദ്ധമോ? ഇയാളുടെ മകൻ ഇയാളുടെ മകളുടെ ഭർത്താവ് പറയുന്നത് ഏതാണ്ട് അതിന് സമാനമായ അവസ്ഥയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ കഴിഞ്ഞ ഇന്നലെ അയാളെ വിഷ്ണു വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് മാറ്റത്തിന്റെ കാറ്റടിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മാറ്റത്തിനൊക്കെ അതിനകത്ത് ഇന്നലെ അയാൾ വരുന്ന സമയത്ത് ഒരു എന്താ പറയാ ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടാണ് അയാൾ ഉണ്ടായത്. നിങ്ങൾ കണ്ടിരുന്നോ നമുക്ക് അറിയില്ല. ഞാൻ കണ്ട വിഷ്വലിന്റെ അകത്ത് അങ്ങനെയാണുള്ളത്. ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. ഇയാൾ ആര്? എം ജി രാമേന്ദ്രനോ? കറുത്ത കൂളിംഗ് ഗ്ലാസ് ഇട്ടാൽ ഇയാൾ അന്നേരം പറയുന്നത് എന്താ പറഞ്ഞാൽ ഇതിനൊക്കെ രേഖ ഉണ്ടെങ്കിൽ രേഖ എടുത്ത് കൊടുത്തിട്ട് പരസ്യമായി വെല്ലുവിളിക്കിടിയേ, പരസ്യമായി വെല്ലുവിളിക്ക്. ഒരു നിങ്ങൾ ചെയ്ത പണി എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഷ്ടിക്കുമെന്ന് അത് നിങ്ങൾ എന്താ പറയാ കുലാചാരം മുறைകൾ ചെയ്യും. പക്ഷേ ഇത്രയും പ്രൗഢവും പാരമ്പര്യവും വിശുദ്ധവുമായിരിക്കുന്ന ഒരു പാർട്ടിയുടെ രാഷ്ട്രീയത്തെയും അതിന്റെ ധാർമ്മികതയും ചോദ്യം ചെയ്യാൻ ആരാണ് ഈ തിരുട്ട് കുടുംബത്തിന് അധികാരം കൊടുത്തതെന്നുള്ളതാണ് ചോദ്യം. ഇതാണ് ബേസിക് ആയിരിക്കുന്ന ചോദ്യം. അതാണ്. എന്നിട്ട് ഈ കുടുംബത്തെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ചെയ്യാന്ന് പറഞ്ഞാൽ കേരളത്തിനകത്തുള്ള ലക്ഷോപലക്ഷം പാർട്ടി മെമ്പർമാരെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്യാം. എന്നിട്ട് ഇവർ വളരെ സുഖം, ഇയാൾ വളരെ സുഖം, ഒരു കുഴപ്പമില്ല. പാർട്ടികളുടെ പ്രശ്നം പരിഹരിക്കാൻ സെൻട്രൽ കമ്മിറ്റി എന്ത് ചെയ്യാന്ന് വിശാല സ്റ്റേറ്റ് കമ്മിറ്റി വിളിക്കുക. ഈ വിശാല സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പ്രീതത്തിന് സമാനമായിട്ട് വിശാല സ്റ്റേറ്റ് കമ്മിറ്റി വിളിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ അതിനകത്ത്. സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അത്തരം ഒരു കമ്മിറ്റി പ്ലീനമാണ് യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത്. ഇനി പ്ലീനം വിളിക്കുന്നത് ഇതാണ് വിളിക്കുന്നത്. നിങ്ങൾ എന്ത് ചർച്ച ചെയ്യും ഇതിനകത്ത്? എന്ത് ചർച്ച ചെയ്യും? ചർച്ച ചെയ്യുന്നത് സത്യസന്ധമാണ് എങ്കിൽ ഇതിൽ ആരുടെ അഭിപ്രായം നിങ്ങൾ കേൾക്കണം? സാധാരണ പബ്ലിക്കിന്റെ അഭിപ്രായം കേൾക്കണം. സാധാരണ പബ്ലിക്കിന്റെ അഭിപ്രായം. ഈ പബ്ലിക്കിന്റെ അഭിപ്രായം കേൾക്കാതെ നിങ്ങൾ എന്ത് വിശാല സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ടാണ് നിങ്ങൾ തീരുമാനം എടുക്കുക? എന്താ തീരുമാനം എടുക്കുക? വായിൽ നാവ് എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഇപ്പൊ ഇയാളെ ന്യായീകരിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവുമോ? ഇതിന്റെ ആത്യന്തികമായ ഫലം എന്താന്ന് പറഞ്ഞാൽ വരുന്ന പാർട്ടി കോൺഗ്രസോട് കൂടി ഇയാൾ എന്തായാലും ഇതിനകത്ത് പുറത്തു പോകണമല്ലോ, ഉറപ്പല്ല. ഇയാൾ ശില്പത്തികളുമായി ബന്ധമുള്ള മുഴുവൻ ആളും ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. അവസാനം എന്തായി തീരും? ഈ പാർട്ടിക്കകത്ത് എന്താന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് പ്രളയകാലത്ത് ഒഴുകി ഒലിച്ചു വന്നിരിക്കുന്ന ചണ്ടി ഭണ്ഡാരങ്ങളുണ്ട് എവിടെയെങ്കിലും അടിഞ്ഞു കിടക്കുന്നത്. ഇതുപോലെ ആ ചണ്ടി ഭണ്ഡാരങ്ങളായി അടിഞ്ഞു കിടക്കുന്നവർ മാത്രമായി ഈ പാർട്ടി മാറും. വരുന്ന സംഘടനാ തെരഞ്ഞെടുപ്പോട് കൂടി വരുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം ഇതാണ്. ശരിക്കും ഇതോടുകൂടി എന്തായിത്തീർന്നു പറഞ്ഞാൽ ഇങ്ങനൊരു സാധനം കൂടി ഇത് വാസ്തവത്തിൽ ആരുടെ രാഷ്ട്രീയ താല്പര്യമാണ്? ഇത് സംഘപരിവാറിന്റെ RSSന്റെ വളരെ കൃത്യമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണിത്. ആ പൊളിറ്റിക്കൽ അജണ്ടക്ക് വേണ്ടിയാണ് ഈ മനുഷ്യനെ അവർ ഉപയോഗിച്ചത്. കാരണം ഇയാൾ കറപ്റ്റ് ആണ് എന്ന് അവർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് പരമാവധി ദൂരം ഇയാൾക്ക് കക്കാനും മോഷ്ടിക്കാനും ഉണ്ടാകുന്ന വൈദ്യുതി എന്തെല്ലാം വൃത്തികളുണ്ടോ അത് മുഴുവൻ ചെയ്തു കൊടുക്കാനുള്ള ഒരു സൗകര്യം ആര് കൊടുക്കുകയാണ്? ഈ സെൻട്രൽ ഗവൺമെന്റ് ഇവർക്ക് കൊടുത്തു. ആ കൊടുത്തതിന്റെ മേലെയാണ് ഇയാള് സർവമാനം തൊട്ടതിൽ മുഴുവൻ അഴിമതിയാണ്, മുഴുവൻ സ്വജനപക്ഷപാതിത്വമാണ്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു ഭരണ സംവിധാനം നടത്തിയിരിക്കുന്ന ഒരു ഭരണാധികാരി 1957 മുതൽ 2026 വരെയുള്ള ഈ കാലയളവിൽ ഈ കാലയളവിൽ ഇതുവരെ കേരളത്തിൽ ഇതുവരെ ഒരിക്കലും ഉണ്ടായിട്ടാവില്ല. അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരാളെ ഒരു മുൻനിർത്തിയിട്ട് ഈ പാർട്ടിക്ക് പോവുക സാധ്യമല്ലാത്ത ഒരു വലിയ ചിത്രം വാസ്തവത്തിൽ കേരളത്തിൽ രൂപം കൊണ്ടുപോകുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഇനി വേറൊരു വിഷയം കൊണ്ട് വെക്കുമോ? CPI സഖാക്കൾ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു സാധനം എന്താന്ന് പറഞ്ഞാല് പ്രതിപക്ഷ ഉപനേതാവിന്റെ പദവി. ഞാൻ മനസ്സിലാക്കുന്ന സംഭവം എന്താണെന്നറിയോ?
അവര് ആ വാദത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകാൻ അവർ തയ്യാറാവുകയില്ല. കാരണം 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 പ്രതിപക്ഷ പദവിയിൽ നിന്ന് പാർട്ടി തന്നെ ഇയാളെ മാറ്റുമെന്നുള്ള ഒരു 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 ഗണിതം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ വളരെ കൃത്യമായി ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും സാർ, ഇത്തരത്തില് മാറ്റുന്നതിന് മുന്നേ തന്നെ മാറാനുള്ള ഒരു ഉളുപ്പ് അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ളത് അത്തരം ഒരു ചിത്രത്തിലേക്ക് ഈ സംഗതി കടക്കുകയാണ് ശരിക്കും. ചോദിച്ച് നമുക്കിപ്പോ ഉളുപ്പ് വന്നാലും അദ്ദേഹത്തിന് അത് ഏൽക്കുന്നില്ല എന്നുള്ളതാണ്. അയാളുടെ മുമ്പിൽ അയാൾ ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധികള് ഇയാളെ നേരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ മറികടക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വൃഥാശ്രമമാണ് വാസ്തവത്തിൽ ഇയാൾ നടത്തുന്നത്. അത് ഏറ്റവും ദുർബലനായിരിക്കുന്ന ഒരാൾ നടത്തുന്ന ഒരു അഭ്യാസ പ്രകടനം മാത്രമാണ്. വേറെ കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല. അത്തരം ഒരു അഭ്യാസ പ്രകടനം നടത്തില്ല അത്ര കാലം പോവാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെയാണ് ശരിക്കും തിരിച്ചാലോചിക്കേണ്ട ചോദ്യം എന്താന്ന് പറഞ്ഞാല്, ഈ പാർട്ടിക്കകത്ത് ഇപ്പൊ ലീഡർഷിപ്പിലേക്ക് വരുന്നു എന്ന് പറയുന്ന പി രാജീവന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മോട്ടീവ് എന്തായിരിക്കും? ഇപ്പോ ഒന്നുകിൽ പാർട്ടി സെക്രട്ടറി ആവണം, അല്ലെങ്കിൽ ഭാവിയിലെ മുഖ്യമന്ത്രി. ഉറപ്പല്ലേ? ഈ എം സ്വരാജിന്റെ ലക്ഷ്യം എന്തായിരിക്കും? ഒന്നുകിൽ പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ മുഖ്യമന്ത്രി. ബാലഗോപാലിന്റെ ലക്ഷ്യം എന്തായിരിക്കും? ഒന്നുകിൽ പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ മുഖ്യമന്ത്രി. ഈ മൂന്ന് കക്ഷികളുടെയും പ്രധാനപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ മോഹവും രാഷ്ട്രീയ ലക്ഷ്യവും ഇത് മൂന്ന് മാത്രമായി ചുരുക്കുക. ഇവർ തമ്മിൽ രാജിയാവുകയോ ഇവർ തമ്മിൽ യോജിപ്പിലെത്തുകയോ ചെയ്ത പ്രശ്നം ഉദിക്കുന്നില്ല പിന്നീട്. കാരണം ഇതെല്ലാം വിരുദ്ധ ദിശകളിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ മാത്രമാണ്. ഈ വിരുദ്ധ ദിശയിൽ സഞ്ചരിക്കുന്ന ആളുകളെ യോജിപ്പിക്കാനുള്ള ഒരു കമ്മിറ്റിയോ അതിന് മാത്രമുള്ള സംഘടനാപരമായിരിക്കുന്ന മെയ്വഴക്കമുള്ള ഒരൊറ്റയാൾ ഈ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഉള്ളവരെല്ലാം പുറത്താണ് ശരിക്കും, എല്ലാം പുറത്തുപോയി. ഇത്തരം ഒരു അവസ്ഥയിൽ പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണിത്. ഈ പ്രതിസന്ധി മുഴുവൻ ഉണ്ടാക്കി തീർത്തുകാരാണ് ഈ പറയുന്ന വിജയനാണ്. ഒരൊറ്റ കാരണം കൊണ്ട് VS-നെ വട്ടാൻ ഇയാൾ എടുത്തിരിക്കുന്ന പണിയുടെ ഭാഗമാണിത്. VS-നെ പുറകിൽ നിന്ന് കുത്തി വളർത്താൻ എടുത്തിരിക്കുന്ന പണിയുടെ ആത്യന്തികമായ പ്രതിഫലനമാണ് ഈ സംഭവം. ഇനിയിപ്പോ ഇയാൾ പയ്യന്നൂർ പോയിട്ട് ഇയാൾ എന്താണ് മേഡം പ്രസംഗിക്കുക? അവിടെ പോയിട്ട് പയ്യന്നൂർ പോയിട്ട് പയ്യന്നൂർ മനോരമക്കകത്ത് വന്ന വാർത്ത അതാണ്. മാതൃ വിരോധിക്കുന്ന വാർത്തയാണ്. ഇതെല്ലാം ഇയാൾ പറഞ്ഞു കൊടുത്തായിരിക്കുമല്ലോ. ഇയാൾക്ക് വേണ്ടിയിട്ട് സിബന്ധികൾ ആയിരിക്കുന്ന ആളുകൾ അതിനകത്ത് എഴുതിയ വാർത്തയാണത്. കാരണം ഇദ്ദേഹമാണ് ഇതിൽ അവസാന വാക്ക്. ഏത് അവസാന വാക്ക്? എന്താ അവസാന വാക്ക്? അവിടെ പറ്റി ഇയാൾ എന്താ പ്രതിക്ക്? ഒറ്റ കാര്യമേ ഇയാൾ പറയാൻ ഞാൻ പ്രൊഡിക്ഷനോട് ഞാൻ പറയാം. TI മൈസൂദനെ ഒറ്റുകൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിക്കലായിരിക്കും വാസ്തവത്തിൽ. ഇവൻ അവരെ ഒഴിവാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചില്ല എന്ന് പ്രഖ്യാപനമായിരിക്കും വാസ്തവത്തിൽ ഇയാൾ അവിടെ പറ്റി നടത്തുക. അതിനപ്പുറത്തേക്ക് എന്നിട്ട് എന്ത് വേണം എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന പാർട്ടിക്കാരെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ബലപ്രയോഗ ഭാഷ, ഭീഷണിയുടെ സ്വരം അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിരിക്കും വാസ്തവത്തിൽ ഇയാൾ പോകുന്നുണ്ടാകുകയാണ്. എങ്ങനെ ആയാൽ പോലും അവിടെ എന്ത് വരും? ഇയാൾ പോയി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവിടെ അവരുടെ കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ഉണ്ടായിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനം മറുഭാഗത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്.